മക്കയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വമാണ് മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹു. മക്കയിലെ പ്രശസ്തമായ ബനു അസദ് കുടുംബത്തെ ഖുവൈലിദിന്റെ മകളായി ജനിച്ച അവർ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായിരുന്നു. തന്റെ വ്യാപാര ബുദ്ധിയും മാന്യമായ പെരുമാറ്റവും കാരണം അവർ താഹിർ, പരിശുദ്ധമായവൾ എന്നും ഖുറൈശികളുടെ രാജകുമാരി എന്നും വിളിക്കപ്പെട്ടു. മക്കയിലെ മറ്റ് വ്യാപാരികളെല്ലാം ചേർന്ന് അയക്കുന്ന അത്രയും ചരക്കുകൾ മഹദി തനിയെ കച്ചവടത്തിനായി അയക്കുമായിരുന്നു. എങ്കിലും അത്യന്തം വിനയവും കാരുണ്യവുമുള്ള മനസ്സിനുടമയായിരുന്നു അവർ. തന്റെ വ്യാപാര ചരക്കുകൾ സിറിയയിലേക്ക് കൊണ്ടുപോകാൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുമ്പോഴാണ് അൽ അമീൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്റെ ഭൃത്യനായ മൈസറയെയും അവർ അയച്ചു. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ മൈസറയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെക്കുറിച്ചും വഴിയിലുടനീളം മേഘങ്ങൾ അവിടത്തേക്ക് തണൽ വിരിച്ചിരുന്ന അത്ഭുതങ്ങളെക്കുറിച്ചും കേട്ടറിഞ്ഞപ്പോൾ മഹത്തിയുടെ മനസ്സിൽ വലിയ ബഹുമാനം തോന്നി. ആ ബഹുമാനമാണ് പിന്നീട് ചരിത്രപ്രധാനമായ വിവാഹാലോചനയിലേക്ക് നയിച്ചത്. വിവാഹ സമയത്ത് മഹത്തിക്ക് 40 വയസ്സും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 25 വയസ്സുമായിരുന്നു പ്രായം. വിവാഹശേഷം തന്റെ അണവറ്റ സമ്പത്തെല്ലാം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇനി മുതൽ ഞാനും എൻ്റെ സമ്പത്തും അങ്ങയുടേതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുത്തായി നിന്നത് മഹദിയായിരുന്നു. ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി ദിവ്യ സന്ദേശം ലഭിച്ചപ്പോൾ ആത്മീയമായ ആ ഭാരം താങ്ങാനാവാതെ വിറച്ചുകൊണ്ട് വീട്ടിലെത്തിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ചുകൊടുത്ത് ആശ്വസിപ്പിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അല്ലാഹുവാണേ സത്യം, അങ്ങയെ അവൻ ഒരിക്കലും അപമാനിക്കില്ല. അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവനും പാവങ്ങളെ സഹായിക്കുന്നവനുമാണ് എന്ന മഹത്തിയുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ചതും അവിടുത്തെ കൂടെ നിന്ന് ആദ്യമായി നിസ്കരിച്ചതും ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നീടങ്ങോട്ട് പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും കാലമായിരുന്നു. ഇസ്ലാമിനെ തകർക്കാൻ മക്കയിലെ ഖുറൈശികൾ തീരുമാനിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഷേബ് അബി ത്വാലിബ് എന്ന താഴ്വരയെ 3 വർഷത്തോളം സാമൂഹികമായി ബഹിഷ്കരിച്ചു. ഒരു മഹാറാണിയെപ്പോലെ ജീവിച്ചിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹു കൊടും പട്ടിണി മൂലം മരത്തിന്റെ ഇലവൽ വരെ തിന്ന് വിശപ്പടക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചുനിന്നു. തന്റെ ബിസിനസ് സാമ്രാജ്യവും സമ്പത്തുമെല്ലാം ആ താഴ്വരയിൽ വെച്ച് ദീനിനു വേണ്ടി അവർ ചെലവഴിച്ചു. ബഹിഷ്കരണം കഴിഞ്ഞു പുറത്തു വരുമ്പോഴേക്കും കൊടിയ പട്ടിണിയും അധ്വാനവും കാരണം മഹദിയുടെ ആരോഗ്യം തീരെ ക്ഷയിച്ചിരുന്നു. നുബുവത്തിന്റെ 10ാം വർഷം, തന്റെ 65ാം വയസ്സിൽ മഹദി ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ വിയോഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രമേൽ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ വർഷം ആമുൽ ഹുസൻ, ദുഃഖവർഷം എന്ന് അറിയപ്പെടുന്നു. സ്വർഗത്തിൽ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരം ഖദീജ ബീവി റളിയല്ലാഹു അൻഹുക്കായി അള്ളാഹു ഒരുക്കിയിട്ടുണ്ടെന്ന് ജിബ്രീൽ അലൈഹിന്റെ മുഖേന അവിടുന്ന് സന്ദേശം നൽകിയിട്ടുണ്ട്. മഹദിയുടെ മരണശേഷവും നബി അവരെ സ്നേഹത്തോടെ സ്മരിക്കുകയും വീട്ടിൽ മൃഗങ്ങളെ അറുക്കുമ്പോൾ അതിന്റെ മാംസം മഹദിയുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആളുകൾ എന്നെ നിഷേധിച്ചപ്പോൾ അവൾ എന്നെ വിശ്വസിച്ചു. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ അവൾ എനിക്ക് അഭയം നൽകി. മറ്റാരിലും എനിക്ക് കുട്ടികളുണ്ടാകാതിരുന്നപ്പോൾ അള്ളാഹു അവളിലൂടെ എനിക്ക് സന്താനങ്ങളെ നൽകി എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് പറയുമായിരുന്നു. ഇസ്ലാമിനു വേണ്ടി സർവസ്വവും ത്യാഗം ചെയ്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹു ലോകത്തെ എല്ലാ വിശ്വാസിനികൾക്കും എന്നും വഴിവിളക്കാണ്. മുഅ്മിനീങ്ങളുടെ മാതാവ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന സ്ഥാനത്തിന്
ഏറ്റവും അർഹയായ മഹതിയുടെ ചരിത്രം സത്യവിശ്വാസത്തിന്റെ ആഴമേറിയ കഥയാണ്.